ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫിഷ് വയർ യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്രാഫ്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫിഷ് വയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫിഷ് ഉണ്ടാക്കാമെന്നും അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു സൈഡ് ഡോർ ഹാങ്ങിങ് ഉണ്ടാക്കാമെന്നും ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫിഷ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 20 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു 40 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഈ ഒരു ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടെ വേണം. അപ്പോൾ 40 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഇതേ രീതിയിൽ അടുത്ത പീസും നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പീസിൻ്റെ മേളിൽ അടുത്ത പീസ് ഇതാ ഈ രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ താഴെ കാണുന്ന സ്ട്രിപ്പ് എടുത്തിട്ട് മേളിലേക്ക് ജസ്റ്റ് ഒന്നുപോലെ ഫോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഈ സൈഡിലുള്ള താഴെയുള്ള പീസ് നമുക്ക് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇൻസെർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വലിക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഡിസൈനാണ് കിട്ടുക. ഇനി 4 സൈഡിലേക്ക് നമ്മുടെ ടേപ്പ് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 4 ഡയറക്ഷനിലേക്കും ടേപ്പ് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഓവർലാപ്പ് ചെയ്ത് വരുന്ന സ്ട്രിപ്പിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിക്കുക. ഇനി ഇതിനെ തൊട്ട് മേലെ കാണുന്ന സ്ട്രിപ്പ് അതിൻ്റെ തൊട്ടടുത്ത ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ പുറത്തേക്ക് ജസ്റ്റ് കുറച്ച് മാത്രം ഒന്നിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നേരെ താഴെ കാണുന്ന സ്ട്രിപ്പ് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് പുറത്തേക്ക് വലിക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ 4 ഡയറക്ഷനിലേക്ക് ടേപ്പ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മേലെ കാണുന്ന സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത സ്ട്രിപ്പിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഏറ്റവും താഴെ കാണുന്ന സ്ട്രിപ്പ് അതിന് തൊട്ട് മേലെയുള്ള 2 സ്ട്രിപ്പിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ട് മേളിലേക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. താഴെ കാണുന്ന ഫസ്റ്റ് സ്ട്രിപ്പ് എടുത്തിട്ട് ഈ കാണുന്ന സ്പേസിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ടേപ്പ് 4 ടേപ്പും 4 ഡയറക്ഷനിലേക്ക് വലിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതാ ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. ഇനി ഇവിടെ നമുക്ക് താഴെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടേപ്പ് എടുത്തിട്ട് ഈ കാണുന്ന സ്പേസിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് മാത്രം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതാ ഇതുപോലെ ഒരു ലൂപ്പ് കിട്ടും. ഇനി മേലെയുള്ള 2 ടേപ്പിൽ റൈറ്റ് എൻഡിൽ കിടക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ, അത് ഇപ്പം നമ്മൾ ചെയ്ത ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി 4 ടേപ്പും കൂടെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കൊരു ഫിഷിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേപ്പിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കണം. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഫിഷിൻ്റെ ഫിൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന ടേപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത ടേപ്പ് നമുക്ക് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് വേറെ ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി 2 പീസ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ സിസർ വെച്ചൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫിഷിന് ടെയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഇനി നമ്മുടെ ഫിഷിന് കണ്ണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ബീഡോ അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള ബ്ലാക്ക് കളർ പൊട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറച്ചധികം ഫിഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ടങ്കീസ് നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ചധികം ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് പേപ്പർ ബീഡ്സും പിന്നെ സാധാരണ ബീഡ്സും പിന്നെ കുറച്ച് റിങ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബോട്ടിൽസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ക്യാപ്പിൻ്റെ താഴെ ഒരു റിങ് ഉണ്ടാവില്ലേ, അതിൻ്റെ മേലെ ഞാൻ വുലൻ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതും പിന്നെ കുറച്ച് ബീഡ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ടൈപ്പ് ബീഡ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്ത് പോവാട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു റിങ്ങാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബ്രൗൺ ബീഡ്, പിന്നെ ഒരു പേപ്പർ ബീഡ്, പിന്നെ വീണ്ടും ബ്രൗൺ ബീഡ്, പിന്നെ ഗ്രീൻ കളർ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് റിങ്ങും, അതിനുശേഷം വീണ്ടും ബീഡ്സ്, പിന്നെ ബ്ലൂ കളറിലുള്ള ഫിഷ്. അപ്പോൾ ഇതുപോലെ ഇൻറ്റർചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ബീഡ്സും റിങ്ങും ഫിഷും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പല സൈസിലും ഷേപ്സിലുള്ള ബീഡ്സ് ഇപ്പോൾ ഷോപ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബീഡ്സ് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് സൈഡ് ഡോർ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു റിങ്ങാണ് ഇട്ട് കൊടുത്തിരുന്നത്. അത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ എൻഡിൽ ഞാനൊരു ടാസിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലൻ ത്രെഡ് വെച്ചിട്ട് ഞാനൊരു ടാസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഇവിടെ ടാസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോർ സൈഡ് ഹാങ്ങിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.